ഈ ഹാക്കിംഗ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് കൊളേട്ട കടിക്കുന്ന പോലെയാണ്. കടിക്കുന്ന സമയത്ത് നമ്മൾ അറിയത്തില്ല, അല്ലെങ്കിൽ ഹാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയത്തില്ല. എല്ലാം കഴിഞ്ഞ് നമ്മുടെ പൈസ എല്ലാം പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന്. ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്തിൽ നമ്മൾ എത്ര വലിയ അപകടത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ സൈബർ സെക്യൂരിറ്റിയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. പല ഹാക്കിംഗ് ടെക്നിക്സ്, നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, അതുപോലെ ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ്, സൈബർ സെക്യൂരിറ്റി ഫീൽഡ് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൈഡൻസ്, ഇതെല്ലാം നമ്മൾ ഈ വീഡിയോ സീരീസിൽ കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ സീരീസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനിയും സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് വീഡിയോസ് കാണാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലാണല്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിലിം ബുക്കിംഗ്. നമുക്കൊരു സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് തിയേറ്ററിൽ പോയി ബുക്ക് ചെയ്യേണ്ട, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ആപ്പിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് സിമ്പിളായിട്ട് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, ഓൺലൈൻ ബാങ്കിങ്. നമുക്ക് ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ബാങ്കിൽ പോകണ്ട, അതിനും നമുക്ക് വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ഒരാൾക്ക് പൈസ അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ റിസീവ് ചെയ്യാം. പണ്ടത്തെ പോലെ ബസ് പിടിച്ച് ബാങ്കിൽ പോകണ്ട, ക്യൂ നിൽക്കേണ്ട. അപ്പോൾ ശരിക്കും കൺവീനിയൻ്റ് ആണല്ലേ. അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ്. നമുക്കൊരു സാധനം വാങ്ങണമെങ്കിൽ ഇപ്പോൾ ബസ് പിടിച്ച് കടയിൽ പോയി സാധനം വാങ്ങി തിരിച്ചു വരണ്ട. നമുക്കിപ്പോൾ ഒരു ആപ്പിൻ്റെ സഹായത്തോടു കൂടി ഓൺലൈനായിട്ട് സാധനം സെലക്ട് ചെയ്യാം, വാങ്ങാം, പൈസ അടയ്ക്കാം, അവർ വീട്ടിൽ കൊണ്ടുവരും. ഭയങ്കര കൺവീനിയൻ്റ് ആണല്ലേ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ. പക്ഷേ ഇതിലെല്ലാം ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ആപ്പുകളും സോഫ്റ്റ്വെയർസും ഇതെല്ലാം യൂസ് ചെയ്യുന്ന നമ്മളും പല ടൈപ്പ് സൈബർ അറ്റാക്കുകൾക്ക് ഇരയാവുകയാണ്. എന്താണ് സൈബർ അറ്റാക്ക്? ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് എഗൻസ്റ്റ് ആയിട്ട് സൈബർ സ്പേസിൽ ഹാക്കേഴ്സ് നടത്തുന്ന അറ്റാക്കിനെയാണ് സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ സൈബർ അറ്റാക്കിൻ്റെ ഉദ്ദേശം പലതാകാം. ഒന്ന്, ഇൻഫർമേഷൻ തെഫ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ മോഷണം. ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഡേറ്റ വേറൊരാളുടെ കയ്യിൽ ഉണ്ടെന്ന് വെച്ചോളൂ. അയാളുടെ ഇൻഫർമേഷൻ സിസ്റ്റം സെക്യൂർ അല്ല എങ്കിൽ എനിക്ക് അയാളെ ഹാക്ക് ചെയ്ത് ആ ഡേറ്റ സ്വന്തമാക്കാം. രണ്ട്, മോണിറ്ററി ബെനിഫിറ്റ്സ്. നമ്മളിപ്പോൾ ഒരുപാട് ന്യൂസുകളൊക്കെ കാണാറുണ്ടല്ലേ, പലരും ഹാക്കേഴ്സിൻ്റെ ട്രാപ്സിൽ വീണിട്ട്, ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് പറ്റിച്ച് ഹാക്കേഴ്സിൻ്റെ ട്രാപ്പിൽ വീണിട്ട് ഒരുപാട് പൈസ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ടല്ലേ. പിന്നെ വ്യക്തിവൈരാഗ്യം. നമ്മൾ ഒരുപാട് ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഹാക്കായി പോകുന്ന ഒരുപാട് പേര് പറയുന്നുണ്ട്, ഒരുപാട് പേരുടെ അക്കൗണ്ടുകൾ പോയിട്ടുമുണ്ട്. പിന്നെ വെറുതെ തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, ജസ്റ്റ് ഫോർ ഫൺ. നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഡേറ്റ, അതുപോലെ കമ്പ്യൂട്ടർ, ഡിവൈസസ്, നെറ്റ്വർക്ക്സ്, ഇതിനെ എല്ലാത്തിനെയും ഹാക്കേഴ്സിൻ്റെ പല ടൈപ്പ് അറ്റാക്കുകളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രാക്ടീസിനെയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, ഒരുപാട് സ്കോപ്പുള്ള, നല്ല സാലറി കിട്ടുന്നൊരു ഫീൽഡാണ് സൈബർ സെക്യൂരിറ്റി ഫീൽഡ്. എന്തുകൊണ്ടായിരിക്കും സൈബർ സെക്യൂരിറ്റിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് വരാൻ കാരണം? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലാണല്ലേ. അപ്പോൾ എല്ലാ ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളും പ്രോപ്പർലി കോൺഫിഗേർഡ് അല്ലെങ്കിൽ ഇതെല്ലാം ഹാക്കായി പോകാൻ ചാൻസ് ഉണ്ട്. ഹാക്കായി പോവുകയാണെങ്കിൽ ആ ഇൻഫർമേഷനെ പോയി. ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് സൈബർ സെക്യൂരിറ്റി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷം, അതായത് 2021-2022 ഇടയ്ക്കുള്ള ആവറേജ് സൈബർ അറ്റാക്കുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ദിവസം 26,000 സൈബർ അറ്റാക്കുകളാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ആവറേജ് കണക്കാണ്, ഇനി അത് അങ്ങോട്ട് കൂടിക്കൊണ്ടേയിരിക്കും. ഈ സൈബർ അറ്റാക്കുകളുടെ ഡാമേജ് എന്ന് പറയുന്നത് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ആൾക്കാരുടെ നിന്നും ലക്ഷങ്ങളാണ് ഹാക്കേഴ്സ് അടിച്ചു മാറ്റുന്നത്. ഓർഗനൈസേഷൻ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഓരോ കമ്പനിക്കും മില്യൺസ് ഓഫ് റുപ്പീസാണ് നഷ്ടപ്പെടുന്നത്. മാത്രമല്ല, ഒരു ഓർഗനൈസേഷൻ ഹാക്കായി പോവുക എന്ന് വെച്ചാൽ ആ ഒരു ഓർഗനൈസേഷനോട് ആൾക്കാർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവരുടെ ബിസിനസ്സും ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞതെല്ലാം ഓർഗനൈസേഷൻ ലെവലുള്ള കാര്യമാണ്. ഇനി നമ്മുടെ വീട്ടിൽ, നമ്മുടെ റൂമിൽ ഒരു അലക്സ വാങ്ങി വെച്ചെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റ് വാങ്ങി വെച്ചെന്ന് വെച്ചോളൂ. ഇതിനൊരു മൈക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആരെങ്കിലും ഈ അലക്സ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഡിവൈസിനെ ഹാക്ക് ചെയ്ത് ഇതിൻ്റെ മൈക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ റൂമിൽ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഹാക്കേഴ്സിന് ദൂരെ ഇരുന്ന് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന്. നമ്മുടെ അലക്സയെക്കാളും ഒരുപാട് സെൻസേഴ്സ് ഉള്ള ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റാണ് നമ്മുടെ ഈ ഫോണെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൻ്റെ ക്യാമറ കാണുന്ന എല്ലാ കാര്യങ്ങളും ഹാക്കേഴ്സിനും കാണാൻ പറ്റും. ഇതിൻ്റെ മൈക്ക് കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും ഹാക്കേഴ്സിന് കേൾക്കാനും പറ്റും. ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യാൻ അത്ര പാടുള്ള കാര്യമല്ല.
നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ യൂസ് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാനും മൈക്ക് യൂസ് ചെയ്ത് ഓഡിയോ റെക്കോർഡ് ചെയ്യാനും ഫോണിനകത്തുള്ള എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കാനും ഹാക്കേഴ്സിന് പറ്റും. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്ത് എങ്ങനെ നമ്മുടെ ഫോണിനെ നമ്മുടെ പേഴ്സണൽ ഡിവൈസസുകളെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നും ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ കൊണ്ടാണ് സൈബർ സെക്യൂരിറ്റി ഫീൽഡ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവാനും ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരാനും ഇത്രയും സാലറി കിട്ടാനും ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ഫീൽഡാണ്. അതിനകത്ത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി വരും, ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി വരും, ഇൻഫർമേഷൻ സെക്യൂരിറ്റി വരും, ഓപ്പറേഷൻ സെക്യൂരിറ്റി വരും. ഇങ്ങനെ ഒരുപാട് സെക്യൂരിറ്റികൾ ചേർന്ന് വരുന്നൊരു വലിയൊരു സ്ഫിയറാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഒരു സൈബർ അറ്റാക്ക് തടയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹാക്കറിനെ തോൽപ്പിക്കണമെങ്കിൽ നമ്മളൊരു ഹാക്കറിനെ പോലെ ചിന്തിക്കണം. അതുപോലെ തന്നെ ഒരു ഹാക്കറിൻ്റെ എല്ലാ ടെക്നിക്കുകളും നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. ഈ ഒരു വീഡിയോ സീരീസിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ പല ഹാക്കിംഗ് ടെക്നിക്കുകളും നിങ്ങളുടെ ഡേറ്റ, നിങ്ങളുടെ ഫോണും കമ്പ്യൂട്ടറും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടിപ്സും കാര്യങ്ങളും എല്ലാം ഈ ഒരു വീഡിയോ സീരീസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ് നെറ്റ്വർക്കിങ്ങും ലിനക്സും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈബർ സെക്യൂരിറ്റി വേൾഡിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഒരു ലിനക്സ് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ നെറ്റ്വർക്കിങ്ങും ഈ ഒരു ഫീൽഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഘടകമാണ്. അപ്പോൾ നിങ്ങൾക്ക് ലിനക്സും നെറ്റ്വർക്കിങ്ങും എല്ലാം ഫെമിലിയർ ആണെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഇനി നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല പക്ഷേ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നെറ്റ്വർക്കിൻ്റെയും ലിനക്സിൻ്റെയും ബിഗിനേഴ്സ് ട്യൂട്ടോറിയൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള കോഴ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് കണ്ടിട്ട് തിരിച്ച് ഈ കോഴ്സിലേക്ക് വരിക. അപ്പോൾ ബാക്കി വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ പറഞ്ഞ കാര്യങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കരിയർ റിലേറ്റഡ് ഗൈഡൻസ് വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് പോകാം.